ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം തിരക്ക്. നമുക്കെല്ലാവർക്കും തിരക്കാണ്, തിരക്ക് പിടിച്ചുള്ള ജീവിതം. എന്ത് കാര്യത്തിനും തിരക്ക്. ഒരു ഉദാഹരണം പറയട്ടെ. ഒരാൾക്ക് ഓഫീസിൽ രാവിലെ 10 മണിക്ക് എത്തേണ്ട ഒരാളാണെന്ന് വിചാരിക്കുക. അയാൾക്ക് ശരിക്കും നോർമൽ ഒരു 40-50 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ച് പോവുകയാണെങ്കിൽ അയാൾക്ക് 1.5 മണിക്കൂർ എടുക്കുമെന്ന് കരുതുക ഓഫീസിലെത്താനായിട്ട്. പക്ഷെ ഇയാൾ തിരക്ക് പിടിച്ച് രാവിലെ ഒരുങ്ങി വരുമ്പോഴത്തേക്കും 9:15 ആവുന്നു. 9:15 വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരാൾ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. നമ്മൾ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം പ്രശ്നങ്ങളാണ്. മുമ്പിൽ വരുന്ന ഓരോ തടസ്സങ്ങളും അദ്ദേഹത്തിന് ഇതാണ്. ശരിക്കും ഇപ്പോഴൊക്കെ റോഡിൽ വാഹനം ഓടിക്കാൻ നേരത്ത് നല്ല ശ്രദ്ധ വേണം, നല്ല ക്ഷമ വേണം. അപ്പം നമ്മൾ ഈ ഇത്രയും വൈകി ഇറങ്ങുന്ന ഒരാൾക്ക് എന്ത് ചെറിയ കാര്യത്തിനും അയാൾ അപ്സെറ്റ് ആവും. അയാൾ വഴിയിലുള്ള ആൾക്കാരെ നോക്കി പേടിപ്പിക്കും, അല്ലെങ്കിൽ ഡ്രൈവർമാരുടെ എതിരെ എന്ത് കാണിച്ചാണ് വണ്ടി ഓടിക്കുന്നത്, അങ്ങനെയുള്ള ഇത് വരും. ശരിക്കും ഈ റോഡ്സ് ആർ ഫിൽഡ് വിത്ത് ഇഡിയറ്റ്സ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ തമാശയ്ക്ക് പറയും. ശരിക്കും ഈ ഇഡിയറ്റ്സ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മളുടെ ഒന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ തിരക്കിനെ കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കുന്നില്ല. അതാണ് സത്യം. പ്രയോറിറ്റി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുന്നില്ല. മുൻഗണന അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യണമെന്നുള്ള ഒരു ഇതാണ് നമുക്കെല്ലാവർക്കും. കാരണം ഇതൊന്നും വിദ്യാഭ്യാസത്തിൽ നിന്നും കിട്ടുന്നില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം അറിവ് കുത്തി നിറച്ച് കൊടുക്കുന്ന ഒരു ഇതായിട്ടാണ് നമ്മളുടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മാറണം. ഇതൊക്കെ മാറണം. പിള്ളേരെ എങ്ങനെ ജീവിക്കാൻ പഠിപ്പിക്കണം, അതാണ് ശരിക്കും വേണം. നല്ലൊരു ഇതായിട്ട് ജീവിക്കാൻ പിള്ളേർ, അതൊക്കെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ശരിക്കും അതൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്. പ്രയോറിറ്റി അനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഇത് പിള്ളേരിൽ ഉണ്ടാക്കിയെടുക്കാനാണ് ഇത് തന്നെ. ഈ റോഡ്സ് ആർ ഫിൽഡ് വിത്ത് ഇഡിയറ്റ്സ് എന്ന് പറയുന്ന ഈ ഇഡിയറ്റ്സ് നമ്മൾ ഓരോരുത്തരുമാണ്. ഞാൻ ഇന്നലെ വരെ എന്ന് പറയുന്ന ഒരു ഇതിൽ ഞാനും ഇതേ സെയിം ഇതാണ്. നമ്മളൊക്കെ ഏറ്റവും വൈകി വീട്ടിൽ നിന്ന് എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ഏറ്റവും വൈകി ഒരുങ്ങി ഇറങ്ങും. എന്നിട്ട് പിന്നെ ആ സ്ഥലത്തെത്താൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ്. അപ്പോഴത്തേക്കും റോഡിലേക്കൂടെ പോകുമ്പോൾ എല്ലാം ഞാനിപ്പോൾ പറയുന്നത് നന്നായിട്ട് ജീവിക്കുന്നവരും നല്ല ക്ഷമയോടും ഇതും പ്രയോറിറ്റി അനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് എന്നെ പോലുള്ളവർക്ക്, അല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാരും നമ്മളിങ്ങനെയാണ്. ഈ ഒരു ഇതുകൊണ്ടാണ് നമുക്ക് എല്ലാ കാര്യത്തിലും തിരക്കാണ്. ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ഭക്ഷണം വൈകിയ തിരക്ക്, വെയിറ്റേഴ്സിനോടൊന്ന് ചൂടാവുക, നിങ്ങളെന്ത് എത്ര നേരമായി ഞങ്ങൾ വന്നിരുന്നത്. ഒരു കാര്യത്തിന് നമുക്ക് വെയിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതാണ് നമ്മളുടെ ഇത്. ഈ പ്രത്യേകിച്ച് ഈ റോഡിലെ കാര്യം ഉദാഹരണമായിട്ട് പറഞ്ഞത്, നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ച്, പണ്ടത്തെ പോലെ ഒന്നുമല്ല. ഇപ്പോൾ എല്ലാവരും വണ്ടികൾ എടുത്തു കൂട്ടുന്നു. നമ്മളുടെ റോഡുകളൊന്നും അതേപോലെയുള്ള വികസനം വരുന്നില്ല. നമുക്ക് ഇഷ്ടം പോലെ ഇതാണ്, എല്ലാവരുടെയും കൂടിയാണ് വഴി. അപ്പോൾ ചിലർ പതുക്കെ ഓടിക്കുന്ന ആൾക്കാരുണ്ടാവും, ചിലർ സ്പീഡിൽ ഓടിക്കുന്ന ആൾക്കാരുണ്ടാവും, ചിലർ ഇതേപോലെ തിരക്ക് പിടിച്ച് വെച്ച് പല ആവശ്യങ്ങൾക്കായി പോകുന്നു. അപ്പോൾ അതെല്ലാം കണ്ടു വേണം നമ്മൾ ഡ്രൈവിങ്ങിൽ. നമ്മൾ ഒരുപാട് ഇത് ചെയ്യണം. ഡ്രൈവ് ചെയ്തൊക്കെ പോകുന്ന എല്ലാവരും സൂക്ഷിക്കണം വഴിയിൽ. അതുകൊണ്ടാണ് ഈ ആക്സിഡൻസ്, ഇതെല്ലാം ശ്രദ്ധക്കുറവും ഇതുമാണ്. ഇതെല്ലാം നമ്മുടെ ഇവിടുന്ന് വണ്ടികളൊക്കെ ഓടിക്കുമ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ടൊക്കെയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ തിരക്കുകളുടെ കാര്യങ്ങളെ പറ്റി ഒക്കെ ഒന്നുകൂടിയൊക്കെ ഒന്ന് ചിന്തിക്കുക എല്ലാവരും. സോ ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താം. താങ്ക് യു.